നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമുള്ള PV അൻവറിന്റെ വാക്കുകൾ കേൾക്കാം. ഇവിടെ ഇന്ന് ഈ നോമിനേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ്. ഈ മലയോര മനുഷ്യർക്ക് ഒരു സഹായമുണ്ടാകണമെന്നുദ്ദേശിച്ച് ഈ മലയോരത്തെ ഉന്നതനായ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് വേണമെങ്കിൽ രാജിവെക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് പിണറായിസം തകർത്ത് നിലമ്പൂരിൽ മത്സരിക്കാമെന്ന് എനിക്ക് അന്ന് പറയാമായിരുന്നല്ലോ. ഞാനത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉദ്ദേശം സതുദ്ദേശം മാത്രമായിരുന്നു. ഈ മലയോര മേഖലയിലെ ആ വിഷയങ്ങൾ അറിയുന്ന, അത് അനുഭവിക്കുന്ന ഒരു കുടിയേറ്റ കർഷകൻ ഉണ്ടാവണമെന്ന സതുദ്ദേശത്തിലാണ് ഞാൻ അന്നത് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചിത്രം മാറിയില്ലേ? ഇപ്പോൾ സ്ഥിതി എന്താ? അപ്പോൾ ഇവരൊക്കെ മത്സരിക്കുന്നത് MLA ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ്. ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാനുണ്ടാവില്ല. ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ്. നാളെ DP ചന്ദ്രശേഖരൻ്റെ ഗതി എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്.